പാരൻറ്റിങ്ങും കൂടി കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കട്ടെ. എല്ലാം സംസാരിക്കണം, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കുട്ടികളായിട്ട്. പക്ഷേ അവെയർ അല്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിവില്ലാത്ത പാരൻസ് അതിനെ ഒരുപക്ഷെ നമ്മൾ സാധാരണ നോർമലൈസ് ചെയ്ത് പോകാറുണ്ട്. അതെനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പോലും പറയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് പോലുള്ള കാര്യങ്ങൾ, വാക്കുകൾ പറഞ്ഞ് ചിലപ്പോൾ ഇവർക്ക് അറിയാത്തതായിരിക്കും. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി? അതോ നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ പൂർണ്ണമായി നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പോലുള്ള അങ്ങനെയുള്ള സിമ്പിൾ ട്രിക്കുകളല്ലേ കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കേണ്ട തീരുമാനങ്ങൾ? അത് ഇപ്പം എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ്റെ വർക്ക്ഷോപ്സിന് പോലും വരാൻ മടി കാണിക്കുന്നവരുണ്ട്. ഇൻഫാക്ട് 2-3 കൊല്ലം എന്നെ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ട് എൻ്റെ വർക്കൊക്കെ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വർക്ക്ഷോപ്പിന് വന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കുമ്പം എൻ്റെ 3 കൊല്ലം മുമ്പ് ട്രൈ ചെയ്യാത്ത ഒരു മടി ഉണ്ടായിരുന്നു മാം എന്താണ് അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ സംസാരിക്കാൻ പോകാന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ഇന്റേണലി അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് ആകട്ടെ, ബ്ലോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഷെയിം ആയിക്കോട്ടെ. കാരണം നമ്മൾ പലർക്കും പണ്ടത്തെ സെക്ഷൽ ഷെയിം പലരുടെ ഉള്ളിലുണ്ട്. എന്തെങ്കിലും രീതിയിൽ ആരെങ്കിലും കളിയാക്കിയതാവാം, അല്ലെങ്കിൽ 2 കസിൻസ് ഈച്ച് അതർ ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പേരൻസ് അവരെ പിടിച്ചതാവാം, എന്തെങ്കിലും കുട്ടികളി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പോണോഗ്രഫി എന്തെങ്കിലും കണ്ടു എന്നുള്ള ഒരു ഇതിൽ, അല്ലെങ്കിൽ ഒരു മാഗസിൻ കണ്ടു എന്നുള്ള എന്തെങ്കിലും ഷെയിമുകളൊക്കെ ആളുകളുടെ ഉള്ളിൽ കിടപ്പുണ്ട് എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ സ്വയം അവർ തന്നെ ചൈൽഡ് സെക്ഷൽ അബ്യൂസിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ബ്ലോക്സും ആ ഇൻസെക്യൂരിറ്റീസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമയും അകത്തുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും വിൽ പ്രിവെന്റ് ദം ഫ്രം എക്സ്പ്ലോറിംഗ് ഇറ്റ് ഫർദർ. നമ്മുടെ മേത്ത് ഇങ്ങനെ ഒരു ബാഗേജ് കിടക്കുമ്പോൾ നമ്മളെങ്ങനെ സെക്ഷുവലി ഹെൽത്തി ആവും? അപ്പോൾ സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നമുക്ക് അവേഴ്സീവ് ആവും. ഇപ്പൊ എനിക്ക് ഒത്തിരി പേരൻസ് പറഞ്ഞിട്ടുണ്ട് വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട്, മാം ഇൻഫർമേഷൻ ഒക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു, വളരെ നന്ദി. പക്ഷേ അബ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സേഫ്റ്റിയെ കുറിച്ചോ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പം എനിക്ക് ഹാർട്ട് പാൽപിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്, എനിക്ക് ആങ്സൈറ്റി ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ ധാരാളം അമ്മമാർ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഉള്ളിൽ വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം അത് ഞാൻ എല്ലാ പേരൻസിനോട് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബാഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ക്യാരിയിങ് എ ബിഗ് ലോഡ് ഓഫ് ഷെയിം ഓർ സെക്ഷൽ അബ്യൂസ് ട്രോമ ഓർ എനിത്തിങ്, അത് റിമൂവ് ചെയ്ത് വെക്കാനുള്ള എഫേർട്സ് നമ്മൾ കാണിക്കണം. എന്നിട്ട് നമ്മൾ ആ സെക്ഷൽ ഹെൽത്ത് സ്പേസിലോട്ട് നമുക്ക് കടന്നെത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പാരൻസും കുട്ടികളും ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് നമ്മൾ ഒരുപാട് പറയാറുണ്ട്, അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ എത്രമാത്രം പാരൻസും കുട്ടികളും, പ്രത്യേകിച്ച് അമ്മയും കുട്ടിയും ഫ്രണ്ട്ലി ആകണം? ഞാൻ പണ്ടൊരിക്കലും ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മോളുമായിട്ട്. പേരൻസ് കുട്ടികളുടെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോള് ഫ്രണ്ട്സ് അല്ല, പക്ഷെ ഫ്രണ്ട്ലി ആവാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ ഒരിക്കലും ഫ്രണ്ട്സ് ആവാൻ പറ്റത്തില്ല, ആ ഒരു ലെവലിലോട്ട് വരാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ് അവരവരുടെ ലെവലിൽ തന്നെ. പേരൻസ് ഫ്രണ്ട്ലി ആവുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് എൻ എൻവയൺമെൻറ്റ് അറ്റ് ഹോം, അത്രേ ഉള്ളൂ. ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക വേർ ചൈൽഡ് ഫീൽസ് സേഫ് ടു ഓപ്പൺ അപ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഓണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നെ ഇവർ സ്ക്രൂട്ടനൈസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ മിസ്റ്റേക്ക് ചെയ്തു എന്ന് പറയുമായിരിക്കും, പക്ഷെ എന്നാലും എന്നെ അതിൽ നിന്നും എങ്ങനെയാണ് റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്നെ ഗൈഡേ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് എന്നെ പണിഷ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് ഇനി 4 മാസത്തേക്ക് നമ്മൾ സംസാരിക്കില്ല എന്നൊക്കെ ഒരു വലിയ ഡ്രാമയൊക്കെ കാണിക്കുക, അങ്ങനെ ഒരു എൻവയൺമെന്റിലെ കുട്ടി ക്ലോസ്ഡ് ആവത്തുള്ളൂ, ഷട്ട് ആവത്തുള്ളൂ. അല്ല, അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് ബി വെരി ഓപ്പൺ. അമ്മ ഇന്നലെ ഞാനും ഫ്രണ്ടും കൂടെ ഇന്റർനെറ്റ് ഒരു 11 o'clock, ലെറ്റ്സ് ആ വീട്ടിൽ ഇപ്പോൾ 9 o'clock വരെയാണ് ഒരു റൂൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ 10:30, 11 വരെ നെറ്റിലായിരുന്നു കേട്ടോ എന്ന് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായാൽ മതി. അപ്പോൾ അതാണ്, അത്രയും ഫ്രണ്ട്ലി നമുക്ക് പറ്റത്തുള്ളൂ. അതിൽ കൂടുതലും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തേ പറ്റൂ. ചിലത് ഓക്കെ, ചിലത് നോട്ട് ഓക്കെ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. അതുപോലെ തന്നെ ഇപ്പോൾ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആ കുട്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒന്ന്, ആ ടോപ്പിക്കിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുക. 2, ആ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ആ കാര്യം നമുക്ക് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം ലെറ്റ്സ് സേ പീരിയഡ് സ്റ്റിഗ്മ, പീരിയഡ്സിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു, അത് റിലേറ്റഡ് ആയിട്ടൊരു വാല്യൂ സിസ്റ്റം. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് മാറ്റർ ഓഫ് ഷെയിം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ വി ഡോണ്ട് ഫോളോ എനി കൈൻഡ്സ് ഓഫ് സ്റ്റിഗ്മ അറൌണ്ട് പീരിയഡ്സ് ഓർ ഷെയിം അറൌണ്ട് പീരിയഡ്സ്. നമ്മുടെ വീട്ടിൽ പപ്പയാണെങ്കിലും പോയി പാഡൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതൊരു വാല്യൂ സിസ്റ്റമാണ് നമ്മളവിടെ കൊടുക്കുന്നത്, ദാറ്റ് വി ആർ വെരി ഓപ്പൺ ടു ദിസ് ബയോളജിക്കൽ ഫിനോമിന. അങ്ങനെ എന്തൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം, അത് പേരന്റിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ.
അപ്പം അതൊരു എഡ്യൂക്കേറ്റർക്ക് വന്ന് 30 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു എഡ്യൂക്കേറ്റർ ക്ലാസ്സിൽ ഇപ്പം വരികയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില സ്കൂളുകൾ ചില കൺസൾട്ടൻസിനെ വിളിക്കാറുണ്ട് കുട്ടികളുമായിട്ട് സംസാരിക്കാൻ, ടീനേജേഴ്സ്, അല്ലെങ്കിൽ ചില NGOസുമായിട്ട് കണക്ട് ചെയ്ത് അവർ വന്ന് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യും. അപ്പം ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആൾക്ക്. ബിക്കോസ് അയാളുടെ വാല്യൂ സിസ്റ്റം അയാൾക്ക് ഈ 30 കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ആ 30 കുട്ടികളുടെ വീട്ടിൽ 30 ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റംസ് ഉണ്ടാവും. സോ ആസ് പേരൻസ് നമ്മുടെ റോൾ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ഇൻ ദ സെൻസ് ക്രിയേറ്റ് എൻ ഓപ്പൺ എൻവയൺമെന്റ്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ക്ലോസ്നെസ് ഉണ്ടാവുക. നമ്പർ 2 ബൗണ്ടറീസ്, എന്ത് നോ യെസ് എന്നുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ആൻഡ് ഈ വാല്യൂ സിസ്റ്റംസ് ഇടയ്ക്കിടയ്ക്ക് പറയുക, ദിസ് ഇസ് മൈ ബിലീഫ് സിസ്റ്റം, ദിസ് ഇസ് മൈ വാല്യൂ സിസ്റ്റം, അല്ലെ നമ്മുടെ ഫാമിലിയിൽ വി ഫോളോ ദിസ് എന്നുള്ളത് കോൺസ്റ്റന്റ്ലി റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.